വെൽക്കം ഡിയർ ഫ്രണ്ട്സ്. കോമേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അക്കൗണ്ടൻസി പാഠഭാഗത്തിലെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിലായി നമ്മൾ അക്കൗണ്ടൻസിയുടെ ഒബ്ജക്റ്റീവ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ്, അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ടേമുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബേസിക് അക്കൗണ്ടിങ് ടേംസിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എൻറ്റിറ്റി. നമ്മൾ എൻറ്റിറ്റി എന്നുള്ളത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പല ഭാഗങ്ങളായിട്ട് നമ്മൾ എൻറ്റിറ്റിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ബിസിനസ് എൻറ്റിറ്റി, അതല്ലെങ്കിൽ എക്കണോമിക് എൻറ്റിറ്റി, എക്കണോമിക് ഈവൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. സ്വന്തമായി നിലനിൽപ്പുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും ഏതൊരു വസ്തുവിനെയും നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നുണ്ട്. എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഇനി ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസ്. ബിസിനസ് എന്ന് പറഞ്ഞ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ആ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, സ്പെസിഫൈ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ആ ഒരു വസ്തുവിനെയാണ്, ആ ഒരു ഓർഗനൈസേഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു എൻ്റർപ്രൈസിനെയാണ് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി എന്ന് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. സോ എൻറ്റിറ്റി മീൻസ് a specifically identifiable business enterprise is also called accounting entity. നമ്മൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബേസിക് അക്കൗണ്ടിങ് ടേം ആണ് എൻറ്റിറ്റി എന്നുള്ളത്. നമുക്കറിയാം എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഒരു റിയാലിറ്റി, കൃത്യമായിട്ട് നിലനിൽപ്പുള്ള, അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്ന ഏതൊരു റിയാലിറ്റിക്കും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് നിലനിൽപ്പുള്ള ഏതൊരു റിയാലിറ്റിക്കും നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാം. ബിസിനസ്സിൽ നമ്മൾ എൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ബിസിനസ് എൻ്റർപ്രൈസിനെയാണ്, ആ ഒരു ഷോപ്പിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ടേംസിൽ പഠിക്കാനുള്ളത് ട്രാൻസാക്ഷൻ. ഇതും നമ്മൾ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളത്? എ ഡീലിങ്സ് ഓഫ് ബിസിനസ് മാൻ വിത്ത് എക്സ്റ്റേണൽ പാർട്ടി. ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എക്സ്റ്റേണൽ ഔട്ട്സൈഡേഴ്സുമായിട്ട് നടത്തുന്ന എല്ലാ ഇടപാടുകളെയും വാങ്ങൽ വിൽക്കലിനെയൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടാം. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീലിങ്സ് ഓഫ് ബിസിനസ് മാൻ വിത്ത് എക്സ്റ്റേണൽ പാർട്ടീസ്. ഓൾ ഇക്കണോമിക് ഈവൻറ്റ്സ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് എ ട്രാൻസാക്ഷൻ. നമ്മൾ നേരത്തെ എക്കണോമിക് ഈവൻറ്റ് പറഞ്ഞിരുന്നു അല്ലേ? സാമ്പത്തികമായിട്ടുള്ള മോണിറ്ററി എലമെൻറ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഈവൻറ്റിനെയാണ് മോണിറ്ററി ഈവൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഈവൻറ്റ് എന്ന് പറയുക. അത്തരം എല്ലാ എക്കണോമിക് ഈവൻറ്റും, ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ എക്കണോമിക് ഈവൻറ്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഓരോ എക്കണോമിക് ഈവൻറ്റിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് പറയാം പർച്ചേസ്, സെയിൽസ്, വേജസ് എക്സെട്ര. ഇതൊക്കെ എന്താണ്? ട്രാൻസാക്ഷൻ. പർച്ചേസ്, നമ്മൾ സാധനം വാങ്ങുകയാണ് അല്ലേ? വാങ്ങുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ എലമെൻറ്റ് പുറത്തേക്ക് കൊടുക്കണം, അതിൻ്റെ ക്യാഷ്, അതിൻ്റെ പ്രൈസ് നമ്മൾ പുറത്തേക്ക് കൊടുക്കണം. ദെൻ സെയിൽസ് നടക്കുകയാണെങ്കിലോ നമ്മൾ വിൽക്കുന്നു, പകരം നമ്മൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിൻ്റെ ക്യാഷ് കിട്ടുന്നുണ്ട് അല്ലേ? ദെൻ വേജസ് പെയ്ഡ്, സാലറി പെയ്ഡ് അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ്. ഇതൊക്കെ എന്താണ്? അവിടെയൊക്കെ ഒരു എക്കണോമിക് എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു മോണിറ്ററി എലമെൻറ്റ് നമ്മൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം മോണിറ്ററി എലമെൻറ്റ് ഉൾപ്പെടുന്ന മോണിറ്ററി എലമെൻറ്റിൽ നമ്മൾ ബിസിനസ്സിൽ നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് അല്ലെങ്കിൽ മോണിറ്ററി എലമെൻറ്റിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ തേർഡ് ആസ്പെക്ട് ഓർ തേർഡ് ടേം ഓഫ് അക്കൗണ്ടിങ് ഈസ് അസെറ്റ്. എന്താണ് അസെറ്റ് എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണോ, മെറ്റീരിയൽസ് ഏതൊക്കെയാണോ, അതിനെയാണ് അസറ്റ് എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. ഈ അസറ്റിനൊക്കെ എന്തിൽ നമുക്ക് അറിയപ്പെടാം? അതിനൊക്കെ ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബിസിനസ്സിലൊരു മെഷീനറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് എന്താണ്? ബിസിനസ്സിൻ്റെ അസറ്റാണ്. കാരണം ആ ബിൽഡിങ്ങിനൊരു വാല്യൂ ഉണ്ട്, ശരിയല്ലേ? അതല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു ഫർണിച്ചർ ഉണ്ട്, ആ ഫർണിച്ചറിന് ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്. ദാറ്റ്സ് ആൻ അസറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ മെറ്റീരിയൽ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്, ദാറ്റ് ഇസ് കോൾഡ് അസറ്റ് ഓഫ് ബിസിനസ്. അസറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു: കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ഫിക്സഡ് മീൻസ് സ്ഥിരമായിട്ടുള്ള, കറണ്ട് മീൻസ് സ്ഥിരമല്ല, പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ കറണ്ട് എന്നുള്ള ടേമിൽ, പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയുകയാണെങ്കിൽ ബിസിനസ്സിലെ ബിൽഡിംഗ് ഒരു അസറ്റാണ്. അതുപോലെ ഇപ്പം നമ്മുടെ വെഹിക്കിൾസ്, കാർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഷീനറി, ദെൻ ക്യാഷ് ബാലൻസ്, ഇതെല്ലാം ബിസിനസ്സിൻ്റെ അസറ്റായിട്ട് പറയാൻ പറ്റും. ഇതിൽ തന്നെ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്ലാസിഫൈഡ് ടു കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്. ബിൽഡിംഗ് അല്ലെങ്കിൽ വെഹിക്കിൾസ്, മെഷീനറി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റാണ്. അതേസമയം ക്യാഷ് പെട്ടെന്ന് കുറയുകയും കൂടുകയും ചെയ്യുന്നതാണ് ക്യാഷ് അല്ലേ? ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വാല്യൂ കുറയ്ക്കാനോ കൂട്ടാനോ കഴിയില്ല. അതേസമയം ക്യാഷ് എന്നുള്ളത് കറണ്ട് അസറ്റാണ്, പക്ഷേ എന്ത് ചെയ്യാം?
വളരെ പെട്ടെന്ന് ചെറിയ കാലയളവിൽ തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. സോ 2 ക്ലാസിഫിക്കേഷൻ അസറ്റിനുള്ളത്, കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റിൽ പറയുന്നുണ്ട് ദേ ഹാവ് സോ മെനി ക്ലാസിഫിക്കേഷൻസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് എന്നുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി. നമുക്ക് ആ അസറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കാലതാമസം എടുക്കുമോ. അപ്പോൾ ആ കൺവേർട്ടബിലിറ്റി, കൺവേർട്ടിംഗ് മീൻസ് കൺവേർട്ടിംഗ് ഇൻ ടു ക്യാഷ്. ഇപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ്, ആ പ്രോപ്പർട്ടിയെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ആ കൺവേർട്ടബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അസറ്റിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കറണ്ട് അസറ്റ്, മറ്റൊന്ന് ഫിക്സഡ് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിന് കറണ്ട് അസറ്റ് എന്ന് പറയുന്നു. അതേസമയം ഫിക്സഡ് അസറ്റ് അതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. പെട്ടെന്നൊന്നും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആയിട്ട് മാറ്റാൻ കഴിയില്ല. സോ ദാറ്റ് ഇസ് കൺവേർട്ടബിലിറ്റി, കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അസറ്റിനെ അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ, ഫിസിക്കൽ മീൻസ് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ദെൻ 2 ക്ലാസിഫിക്കേഷനാണ്, ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നമുക്ക് ആ ഒരു വസ്തു ഇതാണ് അസറ്റ് എന്ന് പറയുമ്പോൾ, ഒരു മെഷീനറി, ഒരു ബിൽഡിംഗ്, അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും, ഇതാണെന്ന് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും, ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ കാണാനോ പറ്റുന്നതിനെയാണ് ടാഞ്ചിബിൾ എന്ന് പറയുക. അതേസമയം ഒരു വാല്യൂ മാത്രം കൽപ്പിക്കുകയും അത് കാണാനോ അല്ലെങ്കിൽ നമുക്കത് തൊട്ട് മനസ്സിലാക്കാനോ കഴിയാത്ത ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റ് ഉണ്ട്, അതിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. സോ on the basis of physical existence, tangible asset and intangible assets. Then on the basis of usage, operating asset and non-operating asset. Usage means അതിൻ്റെ ഉപയോഗം. ഓർഗനൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റുകളുണ്ട്, ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള നോൺ യൂസബിൾ അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് അസറ്റുകളും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. അസറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ തിങ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. മോണിറ്ററി വാല്യൂ ഉള്ള അസറ്റിനെയാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെയാണ്, മെറ്റീരിയൽ തിങ്സിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുക. അസറ്റിനെ 2 രീതിയിൽ നമുക്ക് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കറണ്ട് and non-current asset. Then the fourth accounting term is liability. നമ്മൾ അസറ്റ് പറയുമ്പോൾ എപ്പോഴും കൂടെ പറയുന്ന ഒരു കാര്യമാണ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റിൻ്റെ നേരെ വിപരീതമാണ് ലയബിലിറ്റി എന്നുള്ളത്. ലയബിലിറ്റി മീൻസ് ദി ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ്, ദ ലയബിലിറ്റി ഓഫ് ബിസിനസ്. വി ആർ ലയബിൾ ടു പേ ഔട്ട്. നമ്മളിത് പുറത്തേക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ദാറ്റ് മീൻസ് വി മീൻസ് ദ ഓർഗനൈസേഷൻ. സോ ഒബ്ലിഗേഷൻ വിച്ച് ആൻ എൻ്റർപ്രൈസ് ഓസ്. ഒരു ബിസിനസ്സിൻ്റെ മേലിലുള്ള ഒബ്ലിഗേഷൻസിനെയാണ്, ബാധ്യതയാണ് നമ്മൾ ലയബിലിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. റെപ്രസെൻറ്റ്സ് ദി എമൗണ്ട് പേയബിൾ ബൈ ദ ബിസിനസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ള എമൗണ്ടുകളായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് പുറത്തേക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ ലയബിലിറ്റി ആയിട്ടുള്ള നമ്മൾ കൊടുക്കാനുള്ള വസ്തുക്കളെയാണ് അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദിസ് ലയബിലിറ്റി വിൽ ബി ഓൾസോ ക്ലാസിഫൈഡ് ഇൻ ടു കറണ്ട് ലയബിലിറ്റി ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട വസ്തുക്കളെയാണ് അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുക. അതേസമയം നോൺ കറണ്ട് ലയബിലിറ്റി, ഇപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയാവും. അതുപോലെയുള്ള ലോങ് പീരീഡിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നോൺ കറണ്ട് ലയബിലിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ ലയബിലിറ്റി മീൻസ് ക്രെഡിറ്റ്. നമുക്കറിയാം അല്ലേ, ക്രെഡിറ്റ് നമുക്കറിയാമല്ലോ. നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മുടെ കടത്തിനെയാണ്, ബിസിനസ്സിൻ്റെ കടം, അത് ബാധ്യതയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലയബിലിറ്റി ഈസ് നോൺ കറണ്ട് ആൻഡ് കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണ്? ബാങ്ക് ലോൺ. വാട്ട് ഇസ് നോൺ കറണ്ട്? ലോങ് പീരീഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ലോങ് പീരീഡിലേക്ക് നമുക്ക് ലയബിലിറ്റി ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നോൺ കറണ്ട് ലയബിലിറ്റി. ദാറ്റ് ഇസ് ബാങ്ക് ലോൺ അല്ലെങ്കിൽ മോഡ്ഗേജ്. എന്താ മോഡ്ഗേജ്? നമ്മൾ പണയം വെച്ചത് അല്ലേ. അതുപോലെ തന്നെ ലോൺ ഫ്രം ഫണ്ടിങ് ഏജൻസീസ്. ഒരുപാട് ലോൺ, ബാങ്ക് അല്ലാതെ തന്നെ ഒരുപാട് ഫണ്ടിങ് ഏജൻസീസ് നമുക്ക് പുറത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തീർക്കേണ്ടതല്ല, പക്ഷേ നമ്മുടെ ലയബിലിറ്റിയാണ്, ഭാവിയിൽ നമ്മളിതൊക്കെ കൊടുത്ത് തീർക്കേണ്ടി വരും. ദെൻ അതർ ലോങ് ടേം ലോൺസ്. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളാണ് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം കറണ്ട് ലയബിലിറ്റി വളരെ പെട്ടെന്ന് 1 വർഷത്തിനുള്ളിലൊക്കെ നമ്മൾ തീർക്കേണ്ട ബാധ്യതകളാണ്. ദെൻ അക്കൗണ്ട്സ് പേയബിൾ, നമ്മൾ കൊടുക്കാനുള്ള പൈസ അല്ലേ, അധിക കാലം നമുക്കത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. വാട്ട് ഇസ് ഓവർ ഡ്രാഫ്റ്റ്? എന്താ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണത്തിനേക്കാൾ അധികം വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ബാങ്ക് ചില സമയത്ത് ബിസിനസ് മാന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റില്ല, ചെറിയ ഷോർട്ട് ടേം പീരീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഫണ്ടിൻ്റെ അർജൻസി വരുമ്പോൾ ബാങ്ക് നമുക്ക് ലോണായിട്ട് കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ചെയ്യും. അതിനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുക. പെട്ടെന്ന് തിരിച്ചടക്കേണ്ടതാണ്. ദെൻ ഷോർട്ട് ടേം ലോൺസ്, വളരെ ചെറിയ കാലത്തേക്കുള്ള ഷോർട്ട് ടേം ലോൺസ്. അതുപോലെ തന്നെ കറണ്ട് പോർഷൻ ഓഫ് ലോങ് ടേം ഡെപ്റ്റുകൾ, അതുപോലെ അക്രൂഡ് എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കേണ്ട ഇത്തരം ലയബിലിറ്റിയൊക്കെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുക. ദെൻ അനദർ ടേം ഈസ് ക്യാപിറ്റൽ. കേട്ടിട്ടുണ്ടാകും, ഒരു ബിസിനസ് സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ക്യാപിറ്റൽ. ഏറ്റവും ആദ്യം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. സോ ക്യാപിറ്റൽ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ഓണേഴ്സ്.
ആരാണോ ഓണേഴ്സ്, ഉടമസ്ഥർ, ആ ഉടമസ്ഥർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഇൻവെസ്റ്റബിൾ എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരാൾ 10,000 രൂപ വെച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങി, അയാൾ കൊണ്ടുവന്നിട്ടുള്ള 10,000 രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ഓൾസോ കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി. ഇതിനെയാണ് നമ്മൾ ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ക്യാപിറ്റൽ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ഓണേഴ്സ് ഇസ് ഓൾസോ കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഉടമസ്ഥൻ കൊണ്ടുവരുന്ന ആ ഇനീഷ്യൽ എമൗണ്ട്, ഇനീഷ്യൽ പേയ്മെൻറ്റിനെയാണ് ക്യാപിറ്റൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ദ നെക്സ്റ്റ് ടേം ഈസ് സെയിൽസ്. സെയിൽസ് മീൻസ് എന്താ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൽപ്പന, അല്ലേ? റവന്യൂ ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്. ഒരു ബിസിനസ്സിന് റവന്യൂ അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ആണ്. നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ നമ്മൾ പുറമേയുള്ള ആളുകൾക്ക്, കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. ആ വിൽപ്പനയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സെയിൽ എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേം കൂടിയാണ് സെയിൽസ് എന്നുള്ളത്. സോ റവന്യൂ ഏൺഡ് ബൈ എ ബിസിനസ്, ഒരു ബിസിനസ്സിന് സെയിൽസിലൂടെ കിട്ടുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് നമ്മൾ റവന്യൂ എന്നുള്ളത്, വരുമാനം. ഒരു ബിസിനസ്സിൻ്റെ വരുമാനം കിട്ടുന്നത് സെയിൽസിലൂടെയാണ്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. എന്താണ് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ഉൽപ്പന്നം വിൽക്കുന്നു, ആ വിൽക്കുന്ന സമയത്തിന് അതിന് ക്യാഷ് നമ്മൾ റവന്യൂ ആയിട്ട് നേടുന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് സെയിൽസ് എന്ന് പറയാം. ദെൻ ക്രെഡിറ്റ് സെയിൽസ്, നമ്മൾ ഉൽപ്പന്നം വിൽക്കുന്നു, പക്ഷേ ആ ഉൽപ്പന്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള റവന്യൂ, അതിൻ്റെ ക്യാഷ് നമുക്ക് അപ്പോൾ കിട്ടുന്നില്ല, നമ്മൾ കടത്തിനാണ് വിൽക്കുന്നത്, പിന്നീടൊരു ഡേറ്റിലാണ് നമ്മൾ അതിൻ്റെ പൈസ വാങ്ങുന്നതെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയാം. സോ രണ്ട് രീതിയിലാണ് സെയിൽസ് ഉള്ളത്, ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ദെൻ ദ നെക്സ്റ്റ് ടേം ഈസ് റവന്യൂ ഓർ ഇൻകം. നമ്മൾ പറഞ്ഞു സെയിൽസിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുക? റവന്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞു. അത് തന്നെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, റവന്യൂ അല്ലെങ്കിൽ ഇൻകം. ദ എമൗണ്ട് എ ബിസിനസ് ഏൺ ത്രൂ ദ സെയിൽസ്. ഒരു ബിസിനസ് അതിൻ്റെ സെയിൽസിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, ക്യാഷിനെയാണ് നമ്മൾ റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ദ റവന്യൂ മീൻസ് ദ ബിസിനസ് ഏൺസ് ത്രൂ ദ സെയിൽസ്. സെയിൽസിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതിനെയാണ് റവന്യൂ എന്ന് പറയുക. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, dividend received, rent received, commission received, discount received, etc. These are the examples of revenue. നമ്മൾ സെയിൽസിലൂടെ മാത്രമല്ല ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമുക്ക് വരുമാനം, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ബിസിനസ്, നമുക്ക് ബിസിനസ് മറ്റു സ്ഥാപനങ്ങളിൽ, മറ്റ് ബിസിനസ്സുകളിൽ, മറ്റ് ഓർഗനൈസേഷനിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അത് നമ്മുടെ ഇൻകമാണ്, അല്ലേ? അതുപോലെ തന്നെ ഡിവിഡൻഡ് റിസീവ്ഡ്, നമ്മൾ മറ്റ് ബിസിനസ്സുകളിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഡിവിഡൻഡ് കിട്ടും. നമ്മൾ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മറ്റു കമ്പനികളുടെ ഷെയർ വാങ്ങിയാൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അതല്ലെങ്കിൽ റെൻറ്റ് റിസീവ്ഡ്, ദെൻ കമ്മീഷൻ റിസീവ്ഡ്. ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇൻകമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നേട്ടമായിട്ട് വരുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ എന്ത് പറയും? റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്നുള്ള പേരിൽ അറിയപ്പെടും. ദെൻ ദ നെക്സ്റ്റ് ടേം ഈസ് എക്സ്പെൻസ്. എന്താ എക്സ്പെൻസ്? നമുക്കറിയാം, അല്ലേ? ദ എമൗണ്ട് സ്പെൻഡ് ടു ഏൺ റവന്യൂ. നമ്മൾ ഈ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിനെയാണ്, നമ്മുടെ ചിലവിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെൻസ് എന്ന് പറയാം. ഇപ്പം നമ്മൾ സെയിൽസ് നടത്താമെന്ന് വിചാരിച്ചു, അല്ലേ? ആ സെയിൽസ് നടത്തണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വേണം. ആ പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ നടത്തുന്നത്. ആ സെയിലിലൂടെ നമുക്ക് റവന്യൂ കിട്ടും. പക്ഷേ സെയിൽ നടക്കാൻ വേണ്ടി ഈ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കുറച്ച് ചിലവുകളുണ്ട്. ആ ചിലവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് സ്പെൻഡ് ടു ഏൺ റവന്യൂ. എക്സാമ്പിൾ റെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു മെഷീനറി വാടക എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റെൻറ്റ് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എംപ്ലോയി ആരാണോ അയാൾക്ക് നമ്മൾ സാലറി അല്ലെങ്കിൽ വേജസ് കൊടുക്കേണ്ടി വരും. ഇത് നമ്മളുടെ എന്താണ്? എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് എക്സ്പെൻസുകൾ. റെൻ്റ് ഉണ്ട്, ടെലിഫോൺ, ഇൻ്റർനെറ്റ് ചാർജസ് എക്സ്പെൻസ് ആണ്, സാലറി കൊടുക്കണം എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ കാര്യം നമ്മളുടെ ചിലവുകളാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെൻസ് എന്നുള്ള ടേമിൽ അറിയപ്പെടുന്നത്. ദെൻ അനദർ ടേം ഈസ് എക്സ്പെൻഡിച്ചർ. സോ എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്. നമ്മൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടാവും, നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ എക്സ്പെൻസ് മീൻസ് ആ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ കൊടുക്കുന്ന ആ എമൗണ്ട് ഓഫ് ക്യാഷിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുക. എത്ര രൂപ ചിലവായി. ബട്ട് എക്സ്പെൻഡിച്ചർ മീൻസ് സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്. ചില ബെനിഫിറ്റുകൾക്ക് വേണ്ടി, ചില നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. സോ ഇപ്പോൾ നമ്മൾ ഒരു മെഷീനറി വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് എക്സ്പെൻഡിച്ചറാണ്, അല്ലേ? അതിന് വാടക കൊടുക്കുന്നത് എക്സ്പെൻസ് ആണ്. ബട്ട് അങ്ങനെ വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് പ്രോസസ് വിൽ ബി ആൻ എക്സ്പെൻഡിച്ചർ ടു ദ ഫേം. ബിസിനസ്സിനെ സംബന്ധിച്ചൊരു എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പെൻഡിച്ചറാണ്, രണ്ട് രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. എന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീൻസ് ബെനിഫിറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 year. ക്യാപിറ്റൽ അസറ്റുകൾ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നിലധികം വർഷങ്ങളിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന, റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചറാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അതേസമയം റവന്യൂ എക്സ്പെൻഡിച്ചർ മീൻസ് ബെനിഫിറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്ഹോസ്റ്റഡ് വിതിൻ 1 year. നമ്മൾ അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്, പക്ഷേ ആ ചിലവ് കൊണ്ട് നമുക്ക് 1 വർഷം, മാക്സിമം 1 വർഷം വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു
ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു എക്സ്പെൻഡിച്ചർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതൊന്നും നമുക്ക് ലേണിങ്സ് അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റേഷനറി എക്സ്പെൻസസ്, ഇപ്പോൾ നമ്മളൊരു ഫയൽ വാങ്ങി, ഒരു ബുക്ക് വാങ്ങി, ഒരു കാൽക്കുലേറ്റർ വാങ്ങി, നമ്മളൊരു പേന വാങ്ങി, അതിൻ്റെയൊക്കെ വളരെ ലിമിറ്റഡ് പീരീഡാണ് അതിൻ്റെ ഇൻകം അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത് അല്ലേ. നമ്മൾ അങ്ങനെ ചിലവാക്കുന്ന എന്തിനു വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. അങ്ങനെ ചിലവാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. രണ്ട് രീതിയിൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻഡിച്ചർ മൂലം നമുക്ക് കിട്ടുന്ന വരുമാനം, ഇൻകം അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്നുള്ളത് മോർ ദാൻ 1 ഇയർ ആയിരിക്കും. അതേസമയം വിത്തിൻ 1 ഇയർ, ഒരു വർഷ പീരീഡ് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടുന്ന അത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അക്കൗണ്ടൻസിലെ വളരെ പ്രധാനപ്പെട്ട ചില ടേമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്തിരുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അക്കൗണ്ടിങ് ടേംസിനെ കുറിച്ച് ഒരു ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളും മറുപടികളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിലുമായിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കാണാം. അതുവരെ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി, നമസ്കാരം.